ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, എനിക്കും കിട്ടിയിട്ട ഒരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ്. ആക്ച്വലി ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോൾ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതെനിക്ക് ഈവനിങ്ങിലൊക്കെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊറിയർ വഴിയാണ് വന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പോയി കളക്ട് ചെയ്തിട്ട് അവനാണ് കൊടുന്ന് തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ പുറത്ത് പോയിക്കായിരുന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇത് സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ എന്താണെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ എനിക്ക്. എന്തായാലും ഒരു ഹാമ്പറാണെന്ന് മനസ്സിലായി. ഹാമ്പറിൽ പൊതുവേ ക്ലോത്ത്സ് അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാവാറ്, പെർഫ്യൂംസ് അങ്ങനെയൊക്കെയാണ് ഹാമ്പർ സെറ്റ് ചെയ്യാറ്, ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിക്കുന്നു. അൺബോക്സിംഗ് ഒക്കെ ഫസ്റ്റ് ഞാൻ ഭയങ്കര വൃത്തിക്കാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കത്രിക മൂർച്ചയില്ലാത്തത് കൊണ്ട് ശരിക്കും അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് അതെല്ലാം വലിച്ച് കീറാണ് അവസാനം ഉണ്ടായത് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് എമിൻ വിസാട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എന്നാട്ടോ. പെരിന്തൽമണ്ണയാണ് അവരുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. ഹസ്ബൻഡ് അവരെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്തിട്ടാണ് സംഭവം സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ വാലൻറ്റൈൻസ് ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും നമുക്ക് എല്ലാ ദിവസവും വാലൻറ്റൈൻസ് ഡേ അല്ലേ എന്നാട്ടോ പറയാറ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ലൈക്ക് ഇതുപോലെ വാലൻറ്റൈൻസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ, പ്രപ്പോസ് ഡേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡേയ്സ് ഉണ്ടല്ലോ. അങ്ങനത്തെ ഡേയ്സിലൊക്കെ നമുക്ക് പറ്റുന്ന ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, നമുക്ക് നമ്മളെ ബഡ്ജറ്റ് എങ്ങനെയാണോ, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അങ്ങനെ നമ്മളെ പാർട്ട്നേഴ്സിന് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കണം എന്നാട്ടോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ പാർട്ട്നേഴ്സിന് ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുമ്പോൾ. അങ്ങനെ അവസാനം നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടോ മാഷാ അല്ലാ, ഐ എം റിയലി സർപ്രൈസ്ഡ്. കണ്ടപ്പോൾ എന്താ പറയുക, ഒരുപാട് ചോക്ലേറ്റ്സും പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ആ ബോക്സിലുണ്ടായിരുന്നത് ഒരു വലിയ ഡയറി മിൽക്ക് ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഡയറി മിൽക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല, എനിക്ക് ക്രഞ്ചി ടൈപ്പ് ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ വാലൻറ്റൈൻസ് ഡേ ഹാമ്പേഴ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരു ഡയറി മിൽക്കൊക്കെ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഈ ഡയറി മിൽക്ക് ഇതിൽ വന്നതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ആൽബം കിട്ടി കേട്ടോ. ഞങ്ങൾ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു ആൽബമാണ് അത്. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ വെഡ്ഡിങ് ഫോട്ടോ ഉണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ മൊമെൻറ്റ്സിലെയും ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ സത്യത്തിൽ സന്തോഷമാണോ സങ്കടമാണോ വരുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ആൾ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ്. അത് പ്രവാസികളുടെ ഭാര്യമാർക്ക് അത് അറിയുന്നുണ്ടാവും എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം കറക്റ്റ് ഒരു 2 ഇയറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ നേരിൽ കണ്ടിട്ട്. സിറ്റുവേഷൻസ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ വി വിൽ മീറ്റ് സൂൺ. അങ്ങനെ നമ്മൾ ആൽബമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ നോക്കി. പിന്നെ നോക്കി നോക്കുമ്പോൾ ബോക്സിൽ ഒരു ചൈൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു നെക്ക് പീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഒരു ക്യൂട്ട് പീസായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ജ്വല്ലറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ റോസ് ഗോൾഡ് അതുപോലെ ഗോൾഡൊക്കെ ഇത്രയും സിമ്പിളായിട്ടുള്ള ജ്വല്ലറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഈ ഹാമ്പറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹാമ്പറിൽ ഉണ്ടായിരുന്നത് ഒരു പാൻഡ സിലിക്കോൺ നൈറ്റ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. അതിൽ ആംബിയൻ ലൈറ്റ് അതുപോലെ കളർഫുൾ ലൈറ്റ് അതുപോലെ ടാപ്പ് കൺട്രോൾ ആയിരുന്നു. ഒരു എന്താ പറയുക, ഇതും ഒരു ക്യൂട്ട് ഐറ്റം ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ഇപ്രാവശ്യത്തെ വാലൻറ്റൈൻ ഗിഫ്റ്റിൽ ഇത്രയൊക്കെ സാധനങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനാട്ടോ. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ലവ്ലി ഹസ്ബൻഡ് മിസ്റ്റർ ഫാനു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.